കാലുകൊണ്ട് സുഖം കൂട്ടി ഉയരം ചെയ്യാതെ ഇങ്ങനെ 5 സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സും ഉണ്ട്. അപ്പോൾ അതിൽ ജാഗ്രത എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് ജാഗ്രത എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് റെസ്റ്റ് വളരെ കുറവായിരിക്കും. ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന റെസ്റ്റ് വളരെ കുറവായിരിക്കും. എന്നിട്ട് അങ്ങനെ കുറേ റെസ്റ്റ്ലെസ്സായിട്ട് കുറേ സമയം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ബോഡിക്ക് ആ ജോലി എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു ക്ഷീണം വരും. ബോഡിക്ക് ക്ഷീണം വന്നു തുടങ്ങുമ്പോഴത്തേക്കും പതുക്കെ നമ്മൾ ഈ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സ്ലിപ്പ് ചെയ്തിട്ട് പതുക്കെ അതിൻ്റെ ഡീപ്പർ തലത്തിലോട്ട് പോയി റെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ കോൺഷ്യസ് മൈൻഡ് വിട്ടിട്ട് നമ്മൾ അതിൻ്റെ താഴേക്കുള്ള ഏരിയയിലേക്ക് ഇറങ്ങി വരുമ്പം അതാണ് നമ്മുടെ ഉപബോധ മനസ്സെന്ന് പറയുന്നത്. ഈ സബ് കോൺഷ്യസിലോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും ആ സബ് കോൺഷ്യസിൻ്റെ ഒരു ലെവലിൽ മെമ്മറീസ് ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടിരിക്കും. കോൺഷ്യസ് മൈൻഡിലാണ് നമുക്കിപ്പോൾ അറിയാവുന്ന ടൈം ഇരിക്കുന്നത്. അറിയാമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ ഡയമെൻഷൻ ഓഫ് ടൈം കോൺഷ്യസ് മൈൻഡിലാണ് ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതേ സമയത്ത് ആ റെലം വിട്ടിട്ട് നമ്മൾ സബ് കോൺഷ്യസിലോട്ട് ഇറങ്ങുമ്പോൾ ടൈം ഡയമെൻഷൻ അത് ആൾട്ടർ ചെയ്തിട്ട് അത് മറ്റൊരു ഡയമെൻഷനിലോട്ട് മാറും. അതിന് പല ഡയമെൻഷൻസ് സ്വപ്നത്തിലുണ്ടാകും. ആ ഡയമെൻഷനിലോട്ട് മാറും. അങ്ങനെ ടൈമിൻ്റെ റെസ്റ്റ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി വരുമ്പം ഈ മെമ്മറിയിൽ അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറിയിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മെമ്മറി സർഫസ് ചെയ്യും. അപ്പോൾ അതൊക്കെ അത് സ്റ്റിമുലൻ്റ് ആകും. അത് സ്റ്റിമുലൻ്റ് ആയി കഴിഞ്ഞാൽ ഈ ഡ്രീം അതിൻ്റെ കൂടെ ഇമാജിനേഷനും കൂടെ വർക്ക് ചെയ്തിട്ട് ഒരു ഡ്രീം ക്രിയേറ്റ് ചെയ്യും. ഈ ഡ്രീമിലുള്ള ടൈം എന്ന് പറയുന്നത് കോൺഷ്യസ് മൈൻഡിലെ ടൈമല്ല. കാരണം ഡീപ്പർ ലെവലിലുള്ള ഒരു ടൈം ഡയമെൻഷനാണ്. അത് കോൺഷ്യസ് മൈൻഡിൻ്റെ ഡയമെൻഷനേ അല്ല. അപ്പോൾ അതിനകത്ത് ചിലപ്പം ടൈം ഡ്രാഗ് ചെയ്യുക, ചിലപ്പം ടൈം വളരെ ഷോർട്ട് ടൈം കൊണ്ട് അത് തീർക്കാം. ചിലപ്പം നമ്മൾ നേരത്തെ ഈ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഒരുപാട് നേരം എടുക്കുന്നതായിട്ട് തോന്നി ഡ്രീം ചെയ്തില്ല. അത് എന്താണെന്ന് പറഞ്ഞാൽ അത് അപ്പോഴത്തെ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അനുസരിച്ചാണ് ടൈമിൻ്റെ ഡയമെൻഷൻ ചെയ്യുന്നത്. മൈൻഡ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അപ്പോഴത്തെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്നാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ ചേസ് ചെയ്യുന്നതായിട്ട് ഉള്ള ഒരു ഡ്രീം സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമുക്ക് 2 കാര്യമാണ് അതിനകത്തുള്ളത്. ഒന്ന്, നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിയിൽ പോകണം. ആ ചേസിങ്ങിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ട് ജീവൻ രക്ഷപ്പെടുത്തണം. ഒന്ന്. മറ്റേ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നു. അപ്പം ഫൈറ്റിങ്ങിൻ്റെ നേച്ചറും ഈ രക്ഷപ്പെടാനുള്ള നേച്ചറും ഒന്നും ഒരേപോലത്തെ നേച്ചറിലല്ല നമ്മൾ ആ സമയത്ത് നിൽക്കുന്നത്. രക്ഷപ്പെടാനുള്ള നേച്ചറിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഓടി രക്ഷപ്പെടണം. അപ്പോൾ ടൈമിനെ നമ്മൾ ചുരുക്കിയെടുക്കണം. ആ ഡയമെൻഷൻ അങ്ങനെ ടൈം ചുരുക്കി വയ്ക്കുന്ന ഒരു ഡയമെൻഷനിലാണ് നിൽക്കുന്നത്. മറ്റേതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യുകയും അതും ക്യുക്കായിട്ട് തന്നെ നമുക്ക് അടിച്ച് തീർക്കുകയും ചെയ്യണം. പിന്നെ അടിച്ച് റെഡിയാക്കി റൊട്ടിയാക്കിയിട്ട് ഓടി രക്ഷപ്പെടണം. അപ്പോൾ ആ ടെൻഡൻസി നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ ടൈം ഡയമെൻഷൻ ഈ കോൺഷ്യസ് മൈൻഡിൻ്റെ ടൈം ഡയമെൻഷനേ അല്ല. ഇതെല്ലാം കൂടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ മോമെൻറ്റിനകത്തായിരിക്കും നടക്കുന്നത്. പക്ഷേ ടൈമിൻ്റെ അവയർനെസ് മാറി കിടക്കുന്നത് കൊണ്ട് അത് ഡ്രാഗ് ചെയ്യുന്നതായിട്ട് കാണാം, ക്യുക്കായിട്ട് നടക്കുന്നതായിട്ട് കാണാം. എങ്ങനെയും അത് വരാം. നോർമൽ ഡയമെൻഷനിലേ അല്ല ഡ്രീമിൻ്റെ ടൈം ഡയമെൻഷനിൽ. അതുപോലെ തന്നെ സ്പേസ് ഡയമെൻഷനും ഈ നോർമൽ ഡയമെൻഷൻ അല്ല ഡ്രീമിൻ്റെ സ്റ്റേറ്റിൽ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ റൂട്ട് ചെയ്തിരിക്കുന്നത് ടൈം, സ്പേസ്, കാര്യകാരണ ബന്ധം, കോസേഷൻ, ഇതിലാണ് നമ്മൾ റൂട്ട് ചെയ്തിരിക്കുന്നത്. ആ റൂട്ടിങ്ങിൽ എന്തെങ്കിലും ഒരു ചെറിയ ആൾട്ടറേഷൻ വരികയാണെങ്കിൽ ആ ആൾട്ടറേഷൻ നമുക്ക് അപരിചിതമാണ്. സാധാരണ കോൺഷ്യസ് ലെവലിൽ നമ്മൾ അപരിചിതരാണ് ആ ഡയമെൻഷനിൽ. പക്ഷേ ഡ്രീമിൻ്റെ സ്ഥലത്ത് ചില പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ആ നോർമൽ ഡയമെൻഷനിൽ നിന്ന് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആ ഡയമെൻഷനെ ആൾട്ടർ ചെയ്ത് മാറ്റിയെടുക്കും. ഈ മാറ്റിയെടുക്കുന്നത് റെസ്റ്റ്ഫുൾ ആയിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇത് നടക്കുന്നത്. കാരണം കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ നിൽക്കുന്ന റെസ്റ്റല്ല നമ്മുടെ ഡ്രീം സ്റ്റേറ്റിലേക്ക് ഇരിക്കുന്നത്. കോൺഷ്യസ് മൈൻഡിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ സെൻസസ് എല്ലാം അലർട്ടായിരിക്കും. സെൻസ് ഓർഗൻസ് എല്ലാം അലർട്ടായിരിക്കും. നമ്മുടെ ബ്രത്ത് റേറ്റ് ഒരു പർട്ടിക്കുലർ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹാർട്ട് ബീറ്റ് വേറൊരു പ്രത്യേക രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്കുമാണല്ലോ നമ്മൾ ഈ സ്വപ്നത്തിലേക്ക് ഇറങ്ങി വരുന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാം സ്ലോ ഡൗൺ ചെയ്യും. അത് കഴിഞ്ഞ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യും. അത് സ്ലോ ഡൗൺ ചെയ്യും. അങ്ങനെ സ്ലോ ഡൗൺ ചെയ്ത് വരുമ്പോൾ ബോഡിയുടെ റെസ്റ്റ് കൂടി വരിക. അങ്ങനെ എപ്പോഴാണോ നമ്മുടെ റെസ്റ്റ് കൂടി വരുന്നത് ആ സമയത്ത് നമ്മൾ താഴോട്ടിറങ്ങും, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറങ്ങും. ആ സബ് കോൺഷ്യസിൻ്റെ ടൈം ഡയമെൻഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെൻ്റാണ്.
ആ ഡയമെൻഷനിൽ ഇറങ്ങി വരുമ്പോൾ ആ മാറിയ ആൾട്ടേഡ് ഡയമെൻഷനെ നമ്മുടെ എക്സ്പീരിയൻസിൽ വരുള്ളൂ. കാരണം കോൺഷ്യസ് മൈൻഡ് അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി ഈ സബ് കോൺഷ്യസിലെ എക്സ്പീരിയൻസ് റീഡ് ചെയ്തുകൊണ്ടിരിക്കുക, എക്സ്പീരിയൻസായി റീഡ് ചെയ്തുകൊണ്ടിരിക്കുക ഈ സബ് കോൺഷ്യസിൽ നിന്ന് ഡ്രീം കാണുമ്പോഴത്തേക്ക്. ഇനി ആ ഡ്രീമിൽ തന്നെ നിന്നിട്ട് നമുക്ക് രക്ഷപ്പെടാൻ ഒരു നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ് ഡ്രീമിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഡയമെൻഷൻ, അങ്ങനെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് ഡ്രീം വയ്ക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ സ്ഥലത്തൊന്നും നമുക്ക് ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഉൾബോധം അവിടെ ഉണ്ട്. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അപ്പോഴും അലർട്ടാണ്. ആ അലർട്ടായിരിക്കുന്നത് കൊണ്ട് ഒരൊറ്റ പോസിബിലിറ്റിയേ ഉള്ളൂ, പെട്ടെന്ന് ഉണർന്ന് കളയുക എന്നുള്ളതാണ്. ഒരുത്തൻ നമ്മളെ ചേസ് ചെയ്ത് കൊല്ലാനായിട്ട് ഓട്ടിക്കുന്നതായിട്ടാണ് ഡ്രീമിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ഒരു രീതിയിലും രക്ഷപ്പെടാൻ നിവൃത്തി. ടൈമിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കും, ടൈമിനെ ഷോർട്ട് ചെയ്ത് നോക്കും. ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ആൾട്ടർനേറ്റീവ് ഉള്ളൂ. ആ ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണരുക എന്നുള്ളതാണ്. ആ ഉണരുമ്പോഴാണ് നമുക്കിത് നൈറ്റ് മെയറായി ഇരുന്നു എന്ന് മനസ്സിലാവുന്നത്. കുറേ നേരം അപ്പം മാറിയ ആൾട്ടേർഡ് സ്റ്റേറ്റ് കുറച്ച് നേരം കൂടെ പെർസിസ്റ്റ് ചെയ്തിട്ട് അതങ്ങ് സെറ്റിൽ ചെയ്യും. നൈറ്റ് മെയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ പറയും. അപ്പോൾ ഇനി നോക്കിക്കോളൂ, ആ ഡ്രീം സ്റ്റേറ്റിലിരിക്കുന്ന നമ്മൾ അതിൻ്റെയും ഡീപ്പർ സ്ഥലത്തേക്ക് നമ്മൾ മര്യാദയ്ക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുകയും സുഖമായ ഒരു ഡ്രീമാണെങ്കിൽ ഈ അജിറ്റേഷനൊന്നുമില്ല, നമ്മുടെ ഫിസിയോളജി എല്ലാം റെസ്റ്റ് ചെയ്ത് വരുന്നു. ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അവിടെ നിന്ന് പതുക്കെ താഴോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിൻ്റെ ലെവലിലേക്ക് ഇറങ്ങും. ഈ അൺകോൺഷ്യസിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല ഡീപ്പ് റിലാക്സേഷനാണ്. അപ്പോൾ കോൺഷ്യസ് മൈൻഡ് ടോട്ടലായി പുട്ട് ഓഫായി, ഈ കോൺഷ്യസ് മൈൻഡ് പുട്ട് ഓഫായി, സബ് കോൺഷ്യസ് മൈൻഡും പുട്ട് ഓഫായി. പിന്നെ ഡ്രീമിന് അവിടെ ഒരു സാധ്യതയില്ല. കാരണം മെമ്മറിയുടെ ലെവൽ നമ്മൾ താണ്ടി, മെമ്മറിയുടെ ലെവൽ താണ്ടിയിട്ട് നമ്മൾ അൺകോൺഷ്യസിലേക്ക് ഇറങ്ങിയിരിക്കണം. അൺകോൺഷ്യസിലേക്ക് ഇറങ്ങിയിരിക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒരു റെക്കോർഡിംഗ് ഇല്ല, ആ ഇംപ്രഷൻസ് ഒന്നുമില്ല. അൺകോൺഷ്യസിൽ ഇംപ്രഷൻസ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും റെക്കോർഡ് ചെയ്യാനില്ല. ഈ റെക്കോർഡിങ്ങിൻ്റെ സ്ഥലത്താണ് മെമ്മറി കിടക്കുന്നത്. മെമ്മറിയിൽ പല കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യത്തിനെ പതുക്കെ ട്രിഗർ ചെയ്തിട്ട് ആ മെമ്മറിയെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന ഡയമെൻഷൻ അവിടെ എത്ര റെസ്റ്റ്ഫുള്ളാണ് നമ്മളെന്ന് അതിൻ്റെ ബേസിസിലാണ് അപ്പോഴത്തെ ടൈം ഡയമെൻഷൻ കിടക്കുന്നത്. അപ്പോൾ ആ ഡയമെൻഷനിൽ നമ്മൾ റെസ്റ്റ്ഫുള്ളായിരിക്കുന്ന സ്ഥലത്ത് ഡ്രീം റെസ്റ്റ്ഫുള്ളായിരിക്കുന്ന കണ്ടീഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്പയറിങ് ടു ദ കോൺഷ്യസ് ആക്ടിവിറ്റി, ഈ സബ് കോൺഷ്യസ് ആക്റ്റീവ് ആയിരിക്കുമ്പോൾ കുറച്ചുകൂടെ ഡീപ്പർ റെസ്റ്റ് ഉണ്ട്. അവിടുത്തെ മെമ്മറി ട്രിഗേർഡായി ഒരു മെമ്മറി പൊങ്ങി വരുമ്പോഴേ, ഒരു മെമ്മറി പെട്ടെന്ന് മെമ്മറി ബോക്സിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ ആ ടൈം ഉണ്ടല്ലോ, ഒരു മെമ്മറി സബ് കോൺഷ്യസ് കിടക്കുന്ന ഒരു മെമ്മറി എന്തോ കാരണവശാൽ ട്രിഗേർഡായി അത് പൊങ്ങി വരുന്ന ആ മൊമെൻറ്റിനെയാണ് നമ്മൾ ഈ പ്രസൻറ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത്. പ്രസൻറ്റ് ടൈം, ദ മൊമെൻ്റ് ഓഫ് ഇൻസെപ്ഷൻ ഓഫ് എ തോട്ട്, അതാണ് പ്രസൻറ്റ് എന്ന് പറയുന്നത്. ആ ടൈം ഡ്രീമിലാണെങ്കിലും നോർമലായിട്ട് നമുക്ക് തോട്ടായിട്ട് വരുന്ന സ്ഥലത്തും ഒരുപോലെയാണ്. ഒരു മൊമെൻറ്റിൽ ജസ്റ്റ് അത് ഫ്ലാഷ് ചെയ്യുന്നു, പൊങ്ങി വരുന്നു. ആ മൊമെൻറ്റിനെയാണ് മിനിമം ടൈം എന്ന് നമ്മൾ പറയുന്നത്. വളരെ പ്രസൻറ്റ്, ഒരു ജസ്റ്റ് ഒരു ടൈം മാത്രമേ ഉള്ളൂ. അത് ബേസിക്കായിട്ട് ഈ സബ് കോൺഷ്യസ് ഡ്രീമിൻ്റെ സ്ഥലത്തും മറ്റേ സ്ഥലത്തും ഒക്കെ സെയിമാണ്. എന്നാൽ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങുക ആ മൊമെൻറ്റിൽ നിന്ന് അത് പൊങ്ങിയിട്ട് ഇത് പോകാൻ നേരത്തെ അപ്പോഴത്തെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനനുസരിച്ച് നമ്മൾ ടൈം ഡയമെൻഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പം ഭയങ്കര ഹോറിഫയിങ് ആയിട്ടുള്ള സാധനമാണ് വരുന്നതെങ്കിൽ ചിലപ്പം അത് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കും, തീരെയില്ല ഈ ഡ്രീം. ചിലപ്പോൾ നല്ല പ്ലസൻ്റായിട്ടൊരു കാര്യം വരികയാണെങ്കിൽ ഈ ഡ്രീം നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്നതാണ്, നമുക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ആ ടൈം നമ്മൾ വിടാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് അതിങ്ങനെ തുറന്ന് കണ്ടുകൊണ്ടേയിരിക്കും. ദീർഘനേരം എടുക്കും അത് തീർന്നു തരാനായിട്ട്. പക്ഷേ പറഞ്ഞതുപോലെ ഇതെല്ലാം കൂടെ ചിലപ്പോൾ 1-2 മിനിറ്റായിരിക്കും ഈ ഡ്രീം നടന്നത്. അത്രയും കൂടുതൽ ദീർഘസമയമൊന്നും എടുക്കില്ല. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ആ സമയത്ത് ആ മനുഷ്യൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇതിനനുസരിച്ചാണ് ആ ടൈമിൻ്റെ ഡയമെൻഷൻ നിശ്ചയിക്കുന്നത്. ഒരിക്കലും ടൈമിന് ഒരു ഡയമെൻഷൻ ഇല്ല. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഉറക്കമല്ല, മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ടൈമിന് ഒരു പർട്ടിക്കുലർ ഡയമെൻഷനിലേ അല്ല ടൈം പോകണം. ചിലപ്പം ടൈം വളരെ ഹാപ്പി മൊമെൻറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ടൈം പെട്ടെന്ന് പോകും. അതേസമയത്ത് ഭയങ്കര ഡ്രാഗിങ് ആയിട്ടുള്ള നമുക്കൊരു രീതിയിൽ രക്ഷപ്പെട്ടു പോകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെയാണ് നമ്മുടെ നോർമൽ ലൈഫിൽ വരുന്നതെങ്കിൽ അത് പോകത്തേ ഇല്ല. തോട്ട് അതിൽ കയറി ഒട്ടി നിൽക്കും.
ഈ തോട്ട് ഡൈനാമിക്കായിട്ട് മൂവ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ടൈമിൻ്റെ നോർമൽ ഡയമെൻഷൻ കിടക്കുന്നത്. ഈ കോൺഷ്യസ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന നോർമൽ ഡയമെൻഷൻ ഓഫ് ടൈം. ഇപ്പോൾ ഒരു സാധനത്തിൽ കയറി ഒട്ടി നിൽക്കുന്ന സമയമാണെങ്കിൽ ടൈം മുന്നോട്ട് പോകത്തില്ല, ടൈം അവിടെ തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ളൊരു ത്വര എന്ന് പറയുന്നതാണ് നമ്മുടെ തോട്ടുകൾ മാറി മാറി വരികയും ആ തോട്ട് നമ്മളെ നന്നായിട്ട് പുഷ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പം മൂവ്മെൻറ്റ് ബേസ് ചെയ്തിരിക്കുന്നത് ടൈമിലാണ്, സ്പേസിലാണ്. ടൈമും സ്പേസിലും ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ മൂവ്മെൻറ്റ് നടക്കുന്നത്. ഈ കോൺഷ്യസ് ആക്ടിവിറ്റി എല്ലാം അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ സ്ലീപ്പിൽ നടക്കുന്ന ഡ്രീമും ഈ സ്പേസിലും ടൈമിലും ബേസ് ചെയ്തിരിക്കുന്ന മൂവ്മെൻറ്റിനെ ബേസ് ചെയ്ത്, മെൻ്റൽ മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്, തോട്ട് മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ആ ഡയമെൻഷൻ അനുസരിച്ച് ഈ ടൈം കയറുകയും ചെയ്യും, ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് സന്തോഷമുള്ളൊരു കാര്യം വന്നാൽ പെട്ടെന്ന് ഫ്ലാഷ് ചെയ്തങ്ങ് തീരും. കാരണം അത് ഹോൾഡ് ചെയ്യണമെന്ന് തോന്നലുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റേജിലോട്ട് നമുക്ക് എന്താണെന്ന് ഇറങ്ങണമെന്നുള്ളൊരു താല്പര്യം കിടക്കുന്നത് കൊണ്ട് ആ മോമെൻറ്റ് നമ്മൾ ഹോൾഡ് ചെയ്യത്തില്ല. സാധാരണ ജീവിച്ചിരിക്കുന്ന നോർമൽ ലൈഫിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു മോമെൻറ്റ് വന്ന് കയറി കഴിഞ്ഞാൽ ആ മോമെൻറ്റിൽ പിടിച്ച് നിൽക്കാൻ തോന്നി. എന്നാൽ ഡ്രീമിൽ അങ്ങനെയല്ല. അതിനടുത്ത് കുറച്ചുകൂടെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതുണ്ടോ എന്നുള്ളത് ഡ്രീമിൽ നോക്കും. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ആ പിടിച്ചിരിക്കുന്ന മോമെൻറ്റ് അങ്ങ് സ്ലിപ്പായി പോകും, അടുത്ത മോമെൻറ്റിലേക്ക് ചാടും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ടൈം പോയതായിട്ട് ചില മോമെൻറ്റിൽ ഈ ഇഷ്ടമുള്ള കാര്യങ്ങൾ വരുമ്പോൾ അങ്ങനെയും തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും തന്നെ ടൈമിനൊരു പർട്ടിക്കുലർ ഡയമെൻഷൻ നമ്മൾ കോൺഷ്യസ് മൈൻഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്തില്ല, അതുപോലെ സബ് കോൺഷ്യസ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന സമയത്തും ഇല്ല. ആ ഡയമെൻഷൻസ് എല്ലാം മാറിക്കൊണ്ടിരിക്കുക, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓഫ് ദ പേഴ്സൺ ആൻഡ് ഹിസ് അറ്റാച്ച്മെൻറ്റ് വിത്ത് ദാറ്റ് പർട്ടിക്കുലർ കണ്ടൻറ്റ് ദാറ്റ് പോപ്പപ്സ് അറ്റ് ദ ടൈം. അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് അത് വേറെ ഇങ്ങനെ പോകത്തുള്ളൂ. ഇനി അതും കഴിഞ്ഞിട്ട് ഈ സബ് കോൺഷ്യസിൻ്റെ ഡ്രീമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചോളൂ. റെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് അവിടെ നിന്ന് കുറേ കൂടെ ഡീപ്പർ തലത്തേക്കാണ്. അത് ഈ അൺകോൺഷ്യസിൻ്റെ ഏറിയാണ്. അവിടെ ടൈം വളരെ വളരെ സബ്റ്റിലാണ്. ടൈമിൻ്റെ അവയർനെസ് വളരെ സൂക്ഷ്മമാണ്. നമുക്കൊന്നും അവയർനെസ് പോലും ഇല്ല ടൈം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ആ മൈൻഡിൻ്റെ ആ കോൺഷ്യസ് സ്റ്റേറ്റ് വിട്ടു, സബ് കോൺഷ്യസ് സ്റ്റേറ്റ് വിട്ടു, അൺകോൺഷ്യസ് തലത്തിലോട്ട് ഇറങ്ങി ഒന്നും നമുക്കറിഞ്ഞു. അപ്പോൾ ടൈമില്ല, സ്പേസ് ഇല്ല, കാസില്ല, ഇഫക്റ്റ് ഇല്ല, ഒന്നും നമ്മുടെ ബോധമനസ്സിനില്ല. കാരണം ബോധമനസ്സേ ആക്റ്റീവല്ല. അപ്പോൾ ടൈമിൻ്റെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ ഒന്നും പറയാൻ പറ്റാത്ത ഒരു ഇതാണ്. ടൈമുണ്ട്, പക്ഷേ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ അറിയുന്ന ടൈം ഇല്ല. അവിടെ അതാ ടൈമിനെ കുറിച്ച് അവയറല്ല, സ്പേസിനെ കുറിച്ച് അവയറല്ല, ഒന്നും അറിയില്ല. ഒരു ഇൻ്റഗ്രേഷൻ പോലൊരു സ്റ്റേറ്റിൽ ഇയാൾ അവിടെ ഇരിക്കും. പക്ഷേ ഓർമ്മയില്ലാത്തതുകൊണ്ട്, കോൺഷ്യസ് മൈൻഡ് ഇയാൾ വിട്ടുപോയതുകൊണ്ട്, അതിൻ്റെ ഛായ പോലും അവിടെ ഇല്ലാത്തതുകൊണ്ട് എന്ത് നടന്നെന്ന് എനിക്ക് അറിയാനേ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് ആ ഡയമെൻഷനിൽ നമുക്ക് ടൈമില്ല, സ്പേസ് ഇല്ല, കാസില്ല, ഇഫക്റ്റ് ഇല്ല, ഒന്നുമില്ല. ഇനി അവിടെ നിൽക്കുന്നില്ല. റെസ്റ്റ് കൂടി 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 വരുമ്പോൾ ഇയാൾ അതിൻ്റെയും ഡീപ്പർ തലത്തിലോട്ട് ഇറങ്ങിപ്പോകും. ആ ഡീപ്പർ തലത്തിലോട്ട് ഇറങ്ങിപ്പോകുന്നതിനാണ് നമ്മൾ ഈ സൂപ്പർ കോൺഷ്യസ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അവിടെ വേറെ ഒരു ഓബ്ജക്റ്റ് ഇല്ല, ഒന്നുമില്ല. ഇതിനകത്ത് പറഞ്ഞ ഒന്നും തന്നെ ഇല്ല, ആളുമില്ല. ഈ ആൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആൾ പോലും അവിടെ ഇല്ല. ഈ അനുഭവിച്ചുകൊണ്ടിരുന്ന ആൾ ആ സോഴ്സിലോട്ട് പോയാൽ റെസ്റ്റ് ചെയ്യും. ആ സോഴ്സ് എന്ന് വെച്ചാൽ ഇയാളുടെ സോളോ എന്താണ് വോട്ടവർ, ആ സോഴ്സിലോട്ട് പോയി ഇയാളുടെ അതിനെ റെസ്റ്റ് ചെയ്യും. ആ റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ടൈമിൻ്റെ ഇപ്പോൾ ഇതുവരെയും കാണാത്ത മറ്റൊരു ഡയമെൻഷനിലോട്ട് പോകും. അവിടെ അവയർനെസ്സിനെ ഓപ്പൺ ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ സ്പിരിച്വൽ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അവയർനെസ് പുട്ടാഫായി പോകും. അത് ഈ മൈഗ്രേഷനിൽ ഈ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് അവയർനെസ് മാത്രം ഓണാക്കി വെച്ചിരിക്കുക. അവയർനെസ്സിലൊരു തോട്ട് വരുമ്പോഴാണ് ടൈം വരുന്നത്, തോട്ട് വരുമ്പോഴാണ് സ്പേസ് ഉണ്ടാകുന്നത്, തോട്ട് വരുമ്പോഴാണ് കാസിൻ്റെ ഇഫക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ തോട്ട് വരാതെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ ടൈമിൻ്റെയും സ്പേസിൻ്റെയും കാസിൻ്റെയും ഇഫക്റ്റിൻ്റെയും ഒക്കെ ഡയമെൻഷൻ വേറെ ഉണ്ടാകും. അപ്പോൾ ടൈം അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടൈം അവിടെ പേഴ്സണലി നോക്കിയാൽ ടൈമില്ല. അങ്ങനെയാണ് നമ്മൾ കാലത്തിന് അതീതമായിട്ട് നിൽക്കുന്നത്. അങ്ങനെ കാലത്തിന് അതീതമായി നമ്മളൊരു നൾ പോയിന്റിൽ വന്ന് നിൽക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ ഈ പറയുന്ന സമാധി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം ഇരിക്കുന്നതെന്ന് വയ്ക്കാം. കുറച്ച് നേരം എന്ന് വെച്ചാൽ നേരമൊന്നും നമുക്കറിയത്തില്ല, ടൈം നമ്മളെ അഫക്റ്റ് ചെയ്യുന്നില്ല,
സ്പേസ് എഫക്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി, ഇതുകൊണ്ടാണ് അതുണ്ടായത് എന്നുള്ള റാഷണൽ സിസ്റ്റം എല്ലാം സ്റ്റോപ്പായിട്ടിരിക്കുക. അങ്ങനെ സ്റ്റേറ്റ് ഓഫ് ഇൻറ്റഗ്രേഷനിൽ പോയിട്ടിരിക്കുക, അതായത് സമാധിസ്ഥനായിട്ടിരിക്കുക. ആ സമാധിസ്ഥനായി നിൽക്കുന്ന സ്ഥലത്ത് ഈ പറഞ്ഞത് ഒന്നുമേ ഇല്ല, ടൈമില്ല, ഒന്നുമില്ല. അവിടെ ഇരിക്കുന്നിടത്തുനിന്ന് പെട്ടെന്ന് നമ്മുടെ മൈൻഡിനകത്ത് കിടക്കുന്ന മെമ്മറി എന്നൊരു സാധനത്തിന് വീണ്ടും ട്രിഗർ ചെയ്യുമ്പോൾ ആ ഇൻസെപ്ഷൻ ഓഫ് തോട്ട്, മെമ്മറി എന്ന തോട്ട് ഉണ്ടാകും. ആ മൊമെൻ്റാണ് ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ടൈം എന്ന് പറയുന്നത്. ടൈം ഉണ്ടാകുന്ന ആദ്യ മുഹൂർത്തമാണ്, നമ്മുടെ മെൻ്റൽ ടൈം ഉണ്ടാകുന്നതിൻ്റെ ആദ്യ മുഹൂർത്തമാണ്. ആ മുഹൂർത്തം ഇത് അങ്ങോട്ട് ട്രിഗർ ചെയ്യുമ്പോൾ ഒരു തോട്ട് സർഫസ് ചെയ്യണം. ആ മൊമെൻ്റ് ഉണ്ടല്ലോ, ഒരു തോട്ട് ജസ്റ്റ് സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് ഒരു തോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇതിനെയാണ് അല്പകാലം എന്ന് പറയുന്നത്. ടൈമിൻ്റെ മിനിമം ടൈമാണ്. ആ ഒരു മിനിമം ടൈമിലുള്ള തോട്ട് സർഫസ് പുഷ് ചെയ്ത് അതും കയറി വരുമ്പോൾ ടൈം സ്റ്റാർട്ട് ചെയ്യുക. ടൈം സ്റ്റാർട്ട് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യുന്ന സ്പേസിലാണ്. ടൈം ഉണ്ടായി, സ്പേസ് ഉണ്ടായി. ഈ തോട്ടിന് ഒരു ഒരു ഡയറക്ഷനുണ്ട്, ഏതോ ഒരു ഉദ്ദേശം കൂടെ അതിലുണ്ട്. അപ്പോൾ ഒരു ഗോളുണ്ട് ആ തോട്ടിൽ, എന്തോ ഒരു ഗോൾ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗോളാണ് അത് ഉദ്ദേശിച്ച് പോകുന്ന ഇഫക്റ്റ് ഉദ്ദേശിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കാസ് ആൻഡ് ഇഫക്റ്റ് എല്ലാം ഉണ്ടായി. അത് ആക്ഷൻ പ്ലാനിലേക്കാണ് പോകുന്നത്. ആക്ഷൻ പ്ലാനിലേക്ക് വന്ന് നമ്മൾ എന്തൊക്കെയോ പ്രവൃത്തി എടുക്കുന്നു, കാര്യങ്ങൾ കുറച്ച് നടക്കാതിരിക്കുന്നു, ഇത് പോകുന്നു. നടന്നെല്ലാം കൂടെ കൂട്ടിയിണക്കി ഈ മെമ്മറിക്കകത്ത് ആ കണ്ടൻറ്റ് കയറ്റി വയ്ക്കും. ആ കണ്ടൻറ്റ് അവിടെ ഡെഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഈ ടൈമും സ്പേസും കാസും ഇഫക്റ്റും ഒന്നും അഫക്റ്റ് ചെയ്യുന്നില്ല. അവിടെ ഒന്നുമില്ല. മെമ്മറി അവിടെ കണ്ടൻറ്റ് കിടപ്പുള്ളൂ. അത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു സ്പേസ് ഉണ്ടാകും, പക്ഷേ ആ സ്പേസിനെ കുറിച്ചുള്ള അവയർനെസ് കാണത്തില്ല. എന്നിട്ട് എപ്പോഴാണോ ഇതിനകത്തൊരു ട്രിഗർ ചെയ്യാൻ എനർജി കയറി, ഇച്ഛ എന്നാണ് പറയുന്ന ആ എനർജി, അത് ട്രിഗർ ചെയ്യാൻ കയറി അതൊന്ന് ട്രിഗർ ചെയ്ത ഉടനെ തന്നെ ഒരു തോട്ടൽ ഫോം ചെയ്യുമ്പോൾ അതൊരു മൂവ്മെൻറ്റാണ്. അതാണ് ഫസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, മൈൻഡിൻ്റെ ആദ്യ മൂവ്മെൻറ്റാണ്. ആ മൂവ്മെൻറ്റ് നടക്കണമെങ്കിൽ സ്പേസ് വേണം, ടൈം വേണം, ഗ്ലാസ് വേണം, ഇഫക്റ്റ് വേണം, എല്ലാം ഉണ്ടാകും. അപ്പോൾ അതങ്ങ് സ്റ്റാർട്ട് ചെയ്യണം. അത് സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ട് ഇത് ഉറക്കത്തിലാണ് സംഭവിക്കുന്നതെങ്കിൽ അത് ഡ്രീമായിട്ട് മാറുക. അപ്പം നോർമൽ ഡയമെൻഷനല്ല അത് സംഭവിക്കും, നോർമൽ ടൈം ഡയമെൻഷനിലേ അല്ല സംഭവിക്കും. അപ്പോൾ നമ്മൾ നോർമൽ എന്ന് വെച്ചാൽ നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ടൈം ഡയമെൻഷനിലല്ല അത് സംഭവിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഡ്രീമിൽ ഇരിക്കുന്ന ടൈമിൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത്. എത്ര സമയം പോയി എന്നുള്ളത് അറിയാൻ പറ്റില്ല. അരമണിക്കൂർ 1 മണിക്കൂറിൽ നമ്മൾ ഡ്രീം കണ്ടതായി തോന്നിക്കുന്നു, പക്ഷേ 5 മിനിറ്റ് ആയിരിക്കും ആൾക്കൂടി എടുത്തിട്ടുള്ളത്. അങ്ങനെ ടൈമിനൊരു പർട്ടിക്കുലർ ഡയമെൻഷനേ ഇല്ല. ഡിപ്പെൻഡിങ് അപ്പോൺ ദ മൂഡ് ഓഫ് ദ പേഴ്സൺ, ആ മൈൻഡിൻ്റെ കണ്ടൻറ്റ് ഏതാണ് ആക്റ്റീവായിരിക്കുന്നത്, നമ്മുടെ ബോണ്ട് എവിടെയാണ് കിടക്കുന്നത്, ഏത് മെമ്മറിയായിട്ട് നിൽക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഈ ടൈമും സ്പേസും ക്ലാസും ഇഫക്റ്റും ഒക്കെ നമ്മുടെ മൈൻഡിൽ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഡ്രീമിൽ നമുക്ക് ടൈം അത് അപ്പോഴപ്പോഴാണ് അതിൻ്റെ ടൈം ഉണ്ടാകുന്നത്. ആ ടൈം എക്സ്റ്റെൻഡ് ചെയ്യുന്നതും അത് ചുരുക്കുന്നതും ഒക്കെ അപ്പോഴപ്പോൾ ആ മൂഡനുസരിച്ച് അത് എക്സ്റ്റെൻഡ് ആകും, അത് ഷോർട്ടാകും. ചിലപ്പോൾ ഒരേ കാര്യത്തിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരേ കാര്യത്തിൽ തന്നെ ടൈം എക്സ്റ്റെൻഡ് ആയി നിൽക്കും. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവിടെ നമ്മളൊരു ബോണ്ട് ഇട്ട് നിൽക്കാൻ ഉദ്ദേശിക്കുക, ആ തോട്ടിനെ വിട്ട് അടുത്തേക്ക് ചാടാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ ബോണ്ട് ഇട്ട് നിൽക്കുന്നതുകൊണ്ട് അതിൽ തന്നെ ടൈം അങ്ങനെ അതിൽ തന്നെ ഈ എക്സ്റ്റെൻഡഡ് ടൈം പോലെ തോന്നി, അങ്ങനെ തോന്നിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ടൈം ഇങ്ങനെ ഒരുപാട് ദീർഘമായി പോകുന്നതായിട്ട് ചിലപ്പോൾ തോന്നും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല, പെട്ടെന്നൊരു അവിടെ നമുക്ക് ബോണ്ടില്ല, പെട്ടെന്ന് അത് സ്കിപ്പ് ചെയ്ത് അടുത്തേക്ക് ചാടാനാണ് നിൽക്കുന്നത് മനസ്സ്. അതുകൊണ്ട് ആ ടൈം പെട്ടെന്ന് സ്വിഫ്റ്റായിട്ട് അത് മൂവ് ചെയ്ത് പോയതായി തോന്നും. അതിൻ്റെ ഇൻ ഷോർട്ട് നമുക്ക് ഈ ടൈമിനും സ്പേസിനും കാസിനും ഇഫക്റ്റിനും ഒക്കെ തന്നെ നമുക്ക് അങ്ങനെ ഒരു കൺട്രോൾ പറയാനില്ല. അതൊരു പർട്ടിക്കുലർ ഒരു മെഷേർഡ് ഡയമെൻഷനകത്ത് തന്നെ പെടുത്താൻ പറ്റില്ല. ഡിപ്പെൻഡിങ് അപ്പോൺ ദ മൂഡ് അത് എക്സ്റ്റെൻഡ് ചെയ്യുകയും അത് ഷോർട്ടൻ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ ഇല്യൂഷൻ പോലെ ഡ്രീം എന്ന് പറയുന്നത്. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോഴും അങ്ങനെ, ഈ ലോകത്ത് ജീവിക്കുമ്പോഴും നമ്മൾ ടൈം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയും ഷോർട്ടൻ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ടൈമിനൊരു നിശ്ചിത ഒരു ഇതില്ല. അതിന് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ 100 താമര മുട്ടുകൾ വെച്ചിട്ട് ഒരു സൂചി ഇട്ട് കുത്ത് ആണെങ്കിൽ ഒരു എതറിൽ നിന്ന് അടുത്ത എതറിലേക്ക് അത് പാസ് ചെയ്യുന്ന, ആ സൂചി പാസ് ചെയ്യുന്ന ടൈമിനെ ആണ് അല്പകാലം എന്ന് പറയുന്നത്. ഈ അല്പകാലത്തിലാണ് ഒരു തോട്ട് ഫോം ചെയ്യുന്നത്, മിനിമം ടൈം.
ഒരു തോട്ട് ഫോം ചെയ്യുന്നത്. ആ തോട്ടാണ് ഈ ഡ്രീമായിട്ട് മാറുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇതേപോലെ തന്നെ വേക്കൻറ്റ് സ്റ്റേറ്റിലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്? എന്നിട്ട് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ടൈം ഡയമെൻഷൻ 2 ലെവലിൽ കിടക്കുന്നത്? അത് നമ്മുടെ ബോണ്ട് അനുസരിച്ചാണ്. നമ്മുടെ ഡീപ്പർ ബോണ്ടിൽ നമ്മൾ ചില പർട്ടിക്കുലർ സാധനം നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ച് കിടക്കും. അവിടെ നിന്ന് വിട്ട് നമുക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ആ ടൈം എക്സ്റ്റെൻഡായി. അത് നമുക്ക് ആദ്യം ഇല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സ്വിഫ്റ്റായിട്ട് മാറി. ഇപ്പം ഡേ ടൈമിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഡീൽ ചെയ്യാം. പക്ഷേ ഇങ്ങനെ നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്തത്, കുറ്റബോധമുള്ളത്, പേഴ്സണാലിറ്റിയെ ബാധിക്കുന്നത്, ഇമേജിനെ കൊളാപ്സ് ചെയ്യുന്നത്, ആഗ്രഹങ്ങൾ ഉദ്ദേശിച്ചിട്ട് നടക്കാത്തത്, നടന്ന ആഗ്രഹങ്ങളുടെ നല്ല സ്മരണകളെ ഹോൾഡ് ചെയ്യാനുള്ള ടെൻഡൻസി, ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് ഈ പറയുന്ന ഒരു ഹോൾഡ് സംഭവിക്കുന്നത്. നമ്മൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ് ഒരു സർഫസ് ചെയ്യുന്ന ഡ്രീമിൽ സർഫസ് ചെയ്യുന്ന സാധനത്തിലുണ്ടെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ നിശ്ചയമായിട്ടും ഒരു പ്രൊലോങ്ഡ് ഡയമെൻഷനിലായിരിക്കും. അങ്ങനെയാണ് സിസ്റ്റം. അത് ഒന്ന് അങ്ങനെ ചിലത് വളരെ ഫാസ്റ്റ്. അതുകൊണ്ടാണ് ഈ ടൈം എന്നൊക്കെ പറയുന്നത് ഒരു ജസ്റ്റ് അങ്ങനെ ഒരു ആപേക്ഷിക തലത്തിൽ കിടക്കുന്നതാണ്. ഇതൊരു അൾട്ടിമേറ്റ് അല്ല. ടൈം അങ്ങനെ ഒരു അൾട്ടിമേറ്റ് സാധനമേ. ടൈം ഇല്ലാത്ത, ഇപ്പോൾ നോക്കിക്കോളൂ, ഞാൻ പറയുന്നത് 2 ഓബ്ജക്റ്റ് നമ്മൾ സ്പേസിൽ എടുക്കുന്നത്. 2 ഓബ്ജക്റ്റ് സ്പേസിൽ കിടക്കുക. അപ്പം ഈ 2 ഓബ്ജക്റ്റ് അവിടെ ഇല്ലെങ്കിൽ ഇത് ചുമ്മാ സ്പേസാണ്. ഇവിടെ ഒരു ഓബ്ജക്റ്റ് വന്ന് ഇവിടെ ഒരു ഓബ്ജക്റ്റ് വരുമ്പം ഇത് രണ്ടിനിടയിൽ കിടക്കുന്ന ഒരു അകലം ആയിട്ട് നമുക്ക് തോന്നുന്നു. ഈ അകലത്തിന് നമ്മൾ ഈ സ്പേസ് എന്ന് പറയും. ഡിസ്റ്റൻസ്, ഇതിലേക്ക് എത്താനുള്ള ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസിനെ ഇപ്പോൾ 1 മണിക്കൂർ എടുക്കും ഇവിടെ നിന്ന് ഇതിലേക്ക് വരാം എന്ന് വെച്ചോ. അപ്പോൾ പെട്ടെന്ന് ആ സ്പീഡിനെ നമ്മളൊന്ന് കൂട്ടുകയാണെങ്കിൽ ടൈം കുറയും, സ്പീഡ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ടതെല്ലാം ഡബിൾ സ്പീഡിലാക്കിയപ്പോൾ അരമണിക്കൂർ കൊണ്ട് എത്തും. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കിക്കോളൂ, ഒരു എക്സാമ്പിൾ, 100 കിലോമീറ്റർ നിൽക്കും. ഒരു 100 കിലോമീറ്റർ സ്പീഡിലാണ് ഒരു വെഹിക്കിൾ ഇതിൽ നിന്ന് ഇതിലേക്ക് മൂവ് ചെയ്യുന്നതെങ്കിൽ 1 മണിക്കൂറുണ്ട്. ഇനി അതിൻ്റെ സ്പീഡ് അങ്ങ് കൂട്ടുകയാണ്. 200 മണിക്കൂർ സ്പീഡ്, 1 മണിക്കൂർ 200 മണിക്കൂറാണ്. അപ്പോൾ ഇത് അരമണിക്കൂറുണ്ട്. ഇനി അത് നമ്മൾ വീണ്ടും ഡബിൾ ചെയ്യുകയാണ്. അപ്പോൾ 400. അപ്പോൾ ഇത് വീണ്ടും അതിൻ്റെ പകുതിയാണ്. അങ്ങനെ സ്പീഡ് കൂട്ടി അതിൻ്റെ മാക്സിമം ഒരു ലെവലിലേക്ക്, ലൈറ്റിൻ്റെ സ്പീഡിൻ്റെ ലെവലിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ഇതിനിടയ്ക്കുള്ള സ്പേസ് എന്ന് പറയുന്നത് കുറഞ്ഞ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് എന്ത് ചെയ്യും? ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും നേരം നടന്നു വരാൻ, ഇവിടത്തേക്ക് ഓടിയെത്താൻ ഉള്ള സമയം ചുരുങ്ങി വന്ന് ഇത് രണ്ടും കൂടെ ഒരു മൊമെൻറ്റിൽ വരും. വരണമല്ലോ, ഹൈപ്പോത്തറ്റിക്കലി അങ്ങനെ വരണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 പോയിൻ്റുണ്ടോ? 2 പോയിൻ്റില്ല, ഒരു പോയിൻ്റേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു പോയിൻ്റ് നമുക്ക് വലിച്ചു നീട്ടി എക്സ്റ്റെൻഡ് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2 പോയിൻ്റായിട്ടിരിക്കും. ഇതിനിടയ്ക്ക് സ്പേസും ഉണ്ടാകും, അതിനകത്ത് കാസ് ഉണ്ടാകും, ഇഫക്റ്റ് ഉണ്ടാകും. എന്നാൽ ഇത് അതിൻ്റെ അൾട്ടിമേറ്റ് സ്പീഡിലോട്ട് പോകുമ്പോൾ 2 പോയിൻറ്റിനവിടെ നിൽക്കാൻ പോലെ ഒരു പോയിൻ്റ് കാണിക്കും. തുടങ്ങുന്നിടത്ത് അത് എന്ത് ചെയ്യും? ലോജിക്കലായിട്ടാണ് തുടങ്ങുന്നിടത്ത് അത് എന്ത് ചെയ്യും? ആ നിമിഷത്തിൽ തന്നെ തുടങ്ങി എന്ത് ചെയ്യും? അപ്പം നോക്കൂ, ടൈമിൻ്റെ ഡയമെൻഷൻ മാറിപ്പോയി. നമ്മൾ അങ്ങനെയല്ല കാണുന്നുണ്ട്. ഇവിടെ നിന്ന് പോയി അവിടോട്ട് പോകണം, പോയാലേ അവിടെ എത്തുള്ളൂ. ഇപ്പോൾ അതിൻ്റെ സ്പീഡ് അങ്ങ് ഇൻക്രീസ്ഡ് ആകുമ്പോഴത്തേക്ക്, അതായത് അതിൻ്റെ സ്പേസ് ചുരുങ്ങി 2 ഓബ്ജക്റ്റിന് ഇടയ്ക്കുള്ള സ്പേസ് ചുരുങ്ങി 2 ഓബ്ജക്റ്റും കൂടെ ഒന്നായി മാറും. പക്ഷേ അങ്ങനെ ഒന്നായിരുന്നു ഈ ഓബ്ജക്റ്റ് പലതായി ശിഥിലമായി ഇതിൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ടാക്കി കിടക്കുകയാണ്, ഇതിനിടയിൽ ടൈം ഉണ്ടാക്കി കിടക്കുക. ഇങ്ങനെയാണ് ഈ യൂണിവേഴ്സ് ഉണ്ടാക്കി കിടക്കുന്നത്. പക്ഷേ ഇതിനെ ഒരാളുടെ വ്യൂ പോയിന്റിലേക്ക് നോക്കുമ്പോൾ അയാളുടെ ഏതാണോ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അതിനനുസരിച്ച് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയും ഇതിനെ ചുരുക്കുകയും ചെയ്യും. അത് ബേസ് ചെയ്തിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇയാൾക്ക് ഏതിലാണോ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ എക്സ്റ്റൻഷനും ഇതിൻ്റെ ചുരുക്കം. അതുകൊണ്ടാണ് ഇതൊരിക്കലും അങ്ങനെ ഒരു ടൈമേ ഇല്ല. ടൈമെന്ന് പറയുന്നത് അൾട്ടിമേറ്റ് എൻറ്റിറ്റിയേ അല്ല.
അത് സ്പേസും സ്പീഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം. അതൊരു അൾട്ടിമേറ്റ് കാര്യമേ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ ഈ ടൈം സ്പേസ് കാസ് ഇഫക്റ്റിന് പുറത്തോട്ട് വരാനായിട്ട് മൈൻഡിനെ ട്രെയിൻ ചെയ്യും. മൈൻഡ് തന്നെ നിൽക്കുന്ന ടൈം സ്പേസ് കാസ് ഇഫക്റ്റ് റിലേഷനിലാണ്. അതിൽ നമ്മൾ പുറത്തോട്ട് വരികയാണെങ്കിൽ ഈ മൈൻഡ് നിൽക്കില്ല, മൈൻഡില്ലാതെ. മൈൻഡില്ലെങ്കിൽ സ്റ്റേറ്റില്ല, ഒന്നുമില്ല, ടൈമില്ല. അതിനെയാണ് നമ്മൾ ഒന്നെന്ന് പറയുന്നത്, ഏകം. അതിന് അങ്ങനെ വേദാന്തികൾ അതിനെ അങ്ങനെ തന്നെ അവർ നോക്കി മനസ്സിലാക്കിയിട്ടുണ്ട്. എപ്പോഴും കാണുന്നതാണ്, രണ്ടില്ല, ഒന്നാണ്. രണ്ടുണ്ടാകാനേ പറ്റില്ല, ഒന്നേ ഉള്ളൂ. പക്ഷേ അതിൽ മൈൻഡ് ക്രിയേറ്റ് ചെയ്യാണ് രണ്ടുണ്ടെന്ന്, ടൈം ഉണ്ടെന്ന്, സ്പേസ് ഉണ്ടെന്ന്, ഓക്കെ. എന്നിട്ട് ആ ഉണ്ടായ ടൈമിനെയും ഉണ്ടായ സ്പേസിനെയും ഒക്കെ അതിൻ്റെ ഡയമെൻഷനെ അറ്റാച്ച്മെൻ്റ് അനുസരിച്ച് കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളുടെ ഡയമെൻഷൻ അല്ല ഡ്രീമിൽ വരുന്നത്. അത് കാരണം ഞാൻ പറഞ്ഞു, നമ്മുടെ ബോണ്ട് എവിടെ കിടക്കണോ ആ ബോണ്ടിനനുസരിച്ചാണ് ഇതിൻ്റെ എക്സ്റ്റൻഷനും ഇതിൻ്റെ വിഡ്രോവലും നടക്കുന്നത്. അങ്ങനെ ഉള്ളൂ, അങ്ങനെ നടക്കണം. എന്നാൽ നമുക്കൊരു പോസിബിലിറ്റി ഉള്ളത് ഈ ഡയമെൻഷന് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റും. അത് പുറത്തിറങ്ങി നിൽക്കണമെങ്കിൽ മൈൻഡും കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. എപ്പോഴാണ് ഈ മൈൻഡ് ഡ്രോപ്ഡ് ആകുന്നത്? കാരണം മൈൻഡ് ഇതിൽ ബേസ് ചെയ്ത് കിടക്കുകയാണ്. മൈൻഡ് ഡ്രോപ്പായ ഇതൊന്നുമില്ല. അങ്ങനെ മൈൻഡ് ഡ്രോപ്പായി നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ വലിയ സമാധി എന്ന് പറയും. നിർവികൽപ്പ സമാധി എന്ന് പറയും. അപ്പോൾ ഇൻ ഷോർട്ട് ടൈമിന് അങ്ങനെ ഒരു നിയതമായ ഡയമെൻഷൻ ഇല്ല. അത് വലുതാകും ചെറുതാകും. അൾട്ടിമേറ്റായിട്ട് അങ്ങനെ ഇല്ല. ഇല്ലാത്തതൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കൽപ്പിച്ച് അതിൻ്റെ ബേസിസിലെല്ലാം വെച്ച്. ഇപ്പോൾ ഹറി വരുമ്പോൾ നമ്മൾ നല്ല ഹറി വരികയാണ്, ആഫീസിൽ പോകാൻ നേരമായെന്ന് ഇത് കാണുന്നു സ്വപ്നത്തിൽ. ആഫീസിൽ പോകാൻ നേരമായി, പക്ഷേ പാൻസ് നോക്കിയിട്ട് കണ്ടില്ല സ്വപ്നത്തിൽ. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൻ ഭയങ്കര ഹറി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തപ്പണു, ഇവിടത്തിലൊക്കെ ഡ്രീമിൽ വരുന്നു. അവിടെ തപ്പണു, ഇവിടെ തപ്പണു, എല്ലായിടത്തും തപ്പുന്നു, നോക്കുന്നു. അപ്പോൾ ഭയങ്കര ഹറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും തപ്പിയാലും കാണാൻ പറ്റത്തില്ല. അവിടെ നോക്കുന്ന ഒന്നും കാണുന്നില്ല. കിടക്കുന്നതെല്ലാം വലിച്ചു വാരി എറിഞ്ഞ് അപ്പോൾ ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുക. ടാർഗറ്റ് വേറെ കിടക്കുക, അവിടെ എത്തണം എന്നുള്ള ടാർഗറ്റാണ്. അപ്പോൾ അതൊക്കെ വരാനായിട്ട് വേറെ കാര്യങ്ങൾ കാണുന്നത്. ഏതോ ഒരു ഇൻറ്റൻഷൻ നമ്മൾ വെച്ചിട്ട് അത് പ്രവർത്തിച്ചിട്ട് അത് നടക്കാതിരുന്ന സാഹചര്യം അവിടെ മൈൻഡിൽ ആക്റ്റീവ് ആയപ്പോഴത്തേക്കും അതൊരു ഡ്രീമിൻ്റെ ഫോർമാറ്റിലേക്ക് കയറി നമ്മളെ കൊണ്ട് ഈ ഉടുപ്പ് തപ്പാൻ തുടങ്ങിയിരിക്കുക. കിട്ടത്തില്ല, എങ്ങനെ നോക്കിയാലും ഇത് കിട്ടത്തില്ല. അവസാനം ഈ പാനിക്കിൽ കണ്ണു തുറന്ന് കുറേ നേരം ആ ടൈം ഡയമെൻഷൻ തന്നെ നിൽക്കും. അത് നമ്മൾ റിയാലിറ്റിയിൽ സോക്കോൾഡ് റിയാലിറ്റി ഈ ലൈഫിൻ്റെ സ്പാനിലോട്ടൊന്ന് നോർമൽ ഡയമെൻഷനിലോട്ട് സോക്കോൾഡ് നോർമൽ ഡയമെൻഷനിലോട്ട് ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ടൈമൊക്കെ നോർമലായിട്ട് സെറ്റ് ചെയ്യും. ഈ നോർമൽ എന്ന് പറയുന്ന ടൈമിൽ പോലും അത് വേരിയഡാണ്, ഒന്നേ അല്ല. ഈ ഡ്രീമിൽ കണ്ട അതേ ഹറി തന്നെ നോർമൽ ഡെയിലി ലൈഫിലേക്ക് വരുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുന്നു, നോക്കുന്നു, പെട്ടെന്ന് ടൈമായിപ്പോയി, 9:20 9:30 ബസ്. ഇനി ഇവിടെ നിന്ന് 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തില്ല. ആ സമയത്ത് ഉടുപ്പ് നോക്കുന്നു, കാണുന്നില്ല. ഇതൊക്കെ ജീവിതത്തിൽ വരുന്ന ഡ്രീമിൽ വരുമ്പോൾ ജീവിതത്തിലുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അപ്പോൾ ടൈമിൻ്റെ ഡയമെൻഷൻ ടോട്ടലി ഡിഫറൻ്റാണ്. കാരണം മൈൻഡ് എക്സൈറ്റഡ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റിൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി നമുക്ക് ഈ ടൈം എന്ന് പറയുന്നത് ഒരു 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 പർട്ടിക്കുലർ ഡയമെൻഷനിൽ കിടക്കുന്ന കാര്യമാണ്. അത് പല ലെവലിൽ അത് എക്സ്റ്റെൻഡ് ആയിരിക്കും, ചിലപ്പോൾ ഷോർട്ടായിരിക്കും, ചിലപ്പോൾ ടൈമേ കാണാത്തൊരു സമയം കാണും. ഇത് മൈൻഡിൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ബോണ്ട്, അറ്റാച്ച്മെൻറ്റ്, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ നമ്മുടെ അപ്പോഴത്തെ എക്സ്പീരിയൻസിൽ ഇത് നിൽക്കുന്നത്. അതാണ് ഡ്രീമിൽ സംഭവിക്കുന്നത്. ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആണ്, നോക്കിക്കൊണ്ടിരുന്നാലേ നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒരു ലെവലിലേ അല്ല, ഒരിക്കലും അല്ല. എന്നാൽ നമ്മൾ ഡ്രീമിൽ തോന്നിക്കുന്നു അങ്ങനെയാണെന്ന്. നോർമൽ ലൈഫിലും അങ്ങനെയാണ്. നോർമൽ ലൈഫിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ചെറുതി വന്നു പോയ സമയമാണ് തെറ്റി. ചെറുതി ഒന്നുമില്ല, കാമായിരിക്കുകയാണെങ്കിൽ ടൈം വേറൊന്നും.
ശാന്തമാണ്. ഇതെല്ലാം കൂടി ടൈമും സ്പേസും ഈ പറയുന്ന കാസേഷൻ എന്ന് പറയുന്ന സംഭവം എല്ലാം കൂടെ ഒരു ചുരുങ്ങി റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പം അല്ലെങ്കിൽ റെസ്റ്റ്ഫുൾ ആകും, മെഡിറ്റേറ്റീവ് ലെവലിലോ വല്ലതും ചെയ്തിട്ട് നമ്മൾ റെസ്റ്റ്ഫുൾ ആകുമ്പോൾ ഇതെല്ലാം കൂടെ ഒരു പോയിന്റിൽ അവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ ടൈം ഉണ്ടാകുന്നത്. 2 പോയിന്റ് ഉണ്ടാകുമ്പോഴാണ് അതിനിടയ്ക്ക് ടൈം ഉണ്ടാകുന്നത്, കാസ് ഇഫക്റ്റും ഉണ്ടാകുന്നത്. അതെല്ലാം കൂടെ അങ്ങ് റിലാക്സ് ചെയ്ത് ഒരു പോയിന്റിൽ വന്നങ്ങ് മുട്ടി അവിടെ നിന്ന്. പോയിന്റ് 2 ഇല്ലാത്തതുകൊണ്ട് ടൈമില്ല, സ്പേസ് ഇല്ല, 2 പോയിന്റും ഇല്ല, കാസും ഇല്ല. സോഴ്സിൽ പോയിരിക്കുക. അതുകൊണ്ടാണ് സോഴ്സിൽ പോയിരിക്കുന്ന അവിടെ നിന്നാണ് ഈ പ്രപഞ്ചം പൊട്ടിയുണ്ടായത്. അതിൻ്റെ പ്രഷർ എന്തോ കാരണവശാൽ ഭയങ്കര മാക്സിമം പ്രഷറായിട്ട് ബ്ലാസ്റ്റ് ചെയ്തിട്ട് പ്രപഞ്ചം ഉൽപ്പത്തിയാകും. അപ്പോൾ ടൈം ഉണ്ടാകുന്നു, സ്പേസ് ഉണ്ടാകുന്നു, എല്ലാം ഉണ്ടാകും. നമ്മളെല്ലാം ഇത് പോസിറ്റീവ് മാസമായിട്ട് കണക്കാക്കിക്കൊണ്ടിരിക്കുന്ന ഇതെല്ലാം മാറി അത് നെഗറ്റീവ് സ്ഥലത്തേക്ക് പോയി ഭയങ്കര ഇൻറ്റൻസിറ്റി ആയിട്ടൊരു പോയിന്റിലേക്ക് വന്ന് കേന്ദ്രീകരിച്ച് ഈ പറയുന്ന പ്രപഞ്ചം മുഴുവനും ഒരു സൂചിമലയിൽ പോലും ഇല്ലാത്ത അത്രയും കോൺസെൻട്രേറ്റായി കാണാൻ പോലും നോക്കാതെ സർവ്വ ലൈറ്റിനെ അത് അബ്സോർബ് ചെയ്ത് ഇവിടെ അങ്ങനെ ഒരു കാര്യമേ ഇല്ലാതെ വന്നിരിക്കുന്നിടത്തോളം എന്തോ സംഭവിച്ചിട്ട് ഇത് പെട്ടെന്ന് ബ്ലാസ്റ്റ് ചെയ്തിട്ട് യൂണിവേഴ്സായിട്ട് വളരെ ഇങ്ങനെ ഇപ്പോൾ ശാസ്ത്രം കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അൾട്ടിമേറ്റ്ലി ഈ ടൈമില്ല, ഈ സ്പേസ് ഇല്ല, ഈ കാസില്ല, ഇഫക്റ്റ് ഇല്ല, ഒന്നുമില്ല. ഇതിനെ മനസ്സ് കൽപ്പിച്ചു കൂട്ടുന്ന ഇതാണ്. മനസ്സിൻ്റെ രീതിക്ക് വരുന്ന വ്യത്യാസം അനുസരിച്ച് ഇതിൻ്റെ ഒരു ഡയമെൻഷനും മാറി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് റിയാലിറ്റിയിലുള്ള ടൈം അല്ല ഡ്രീമിലുള്ള. അത് ഡ്രീമിൽ തന്നെ നമ്മൾ എന്താണോ എവിടെയാണോ നമ്മുടെ ബോണ്ട് കിടക്കുന്നത്, നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കുന്നത്, അതനുസരിച്ച് ആ എക്സ്പീരിയൻസിലോട്ട് നീങ്ങുമ്പോൾ ഡയമെൻഷൻ മാറിക്കും, അവിടെയും മാറിക്കും. അതങ്ങനെ ഒരു കാര്യം പർട്ടിക്കുലറായിട്ട് ഈ പറയാൻ പറ്റത്തില്ല. മാറിക്കൊണ്ടിരിക്കുന്നതിന് റിയലാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ മനസ്സ് ഈ ടൈമിനെ നിശ്ചയിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ അത് മാറിയിരിക്കും. അതുകൊണ്ട് ഇതിനെ നമുക്ക് റിയാലിറ്റി ആണെന്ന് പറയാം. ഈ റിയാലിറ്റിയുടെ ടെസ്റ്റിൽ പെടില്ല. അവിടെയാണ് നമ്മൾ നോക്കുന്നത് ഈ ടൈം എന്ന് പറയുന്നത് ചുമ്മാ ഒരു സങ്കല്പമാണ് എന്ന് നമുക്ക് തോന്നും. ആണ് എന്നുവെച്ചാൽ തീയതമായ ഒരു ഇതില്ല. അപ്പോൾ ടൈമും സ്പേസും കാസും ഇഫക്റ്റിനും ഒക്കെ പുറത്ത് നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടോ ശാശ്വതമായി എന്ന് നോക്കുമ്പോൾ ആക്ച്വലി ഇതിൻ്റെ വിറ്റ്നസ്സായിട്ട് പുറകിൽ കിടക്കുന്ന ഒരു മഹാശൂന്യതയോ അതിനെ വേണമെങ്കിൽ പൂർണ്ണത എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഡയമെൻഷന് എന്തോ ഡയമെൻഷൻ എന്ന് പറയാൻ അവിടെ ഒന്നുമില്ല. അതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ്. മറ്റതെല്ലാം ഒരു റിലേറ്റീവ് ലെവലിൽ നിൽക്കുന്നു, അൾട്ടിമേറ്റായിട്ട് കണക്കാക്കാൻ പറ്റും. ഇതെന്താണ്